ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്വീൻ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. DME എക്സാമിന് ഇനി വരുന്ന DME എക്സാമിന്, പ്രത്യേകിച്ച് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനും ഉപയോഗമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുപോലെ JHI ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ വാച്ച് ചെയ്യുക. അപ്പൊ ഇപ്പോൾ വരുന്ന വേക്കൻസികളൊക്കെ താൽക്കാലികമായിട്ടുള്ള വേക്കൻസികളാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പെർമനന്റ് വേക്കൻസികളൊക്കെ വിളിക്കാനുള്ള സാധ്യത കാണുന്നത്. ഇപ്പൊ കറന്റ്ലി ഋഷികേശിൽ വേക്കൻസി ഉണ്ട്. 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. വാക്കിൻ ഇന്റർവ്യൂ ആണ്. ഋഷികേശിൽ പോയി എയിംസിൽ പോയി അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. വീഡിയോയുടെ മുന്നിലായിട്ട് ഇങ്ങനെ വന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യാം. 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കോവിഡ് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് PDF ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആരോ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് PDF കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സ്റ്റാഫ് നേഴ്സ് DME എക്സാമിന് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഡിസ്കഷനുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അന്യൂറിയ മീൻസ് ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ ലെസ് ദാൻ 100 ml in 24 hours. ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ ലെസ് ദാൻ 10 ml in 24 hours എന്നാണത്. ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ ലെസ് ദാൻ 1 ml in 24 hours. None of the above. Correct answer, formation and excretion of urine less than 100 ml in 24 hours. അന്യൂറിയ എന്ന് പറയുമ്പോൾ എന്താണ്? ആബ്സെൻസ് ഓഫ് യൂറിനേഷൻ എന്നുള്ളത് അന്യൂറിയ തന്നെയാണ്. അതുപോലെ തന്നെ ലെസ് ദാൻ 100 ml 24 മണിക്കൂറിൽ ലെസ് ദാൻ 100 ml ആകുമ്പോഴും അതും അന്യൂറിയ തന്നെയാണ്. അതുപോലെ തന്നെ ഒലിഗൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 400 ml in 24 hours. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 400 ml കുറവാണെങ്കിൽ അത് ഒലിഗൂറിയാണ്. ഒലിഗൂറിയ അപ്പൊ അവറിലേക്ക് വരുമ്പോൾ 17 ml per hour, 17 ml per hour വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒലിഗൂറിയ അന്യൂറിയ ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ, എക്സസീവ് ഒരു ഹീറ്റ് വരികയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. നമ്മുടെ ശരീരത്തിലേക്കുള്ള ഡീഹൈഡ്രേഷൻ വരും. ബേൺസ് മൂലം നമ്മുടെ ശരീരത്തിലുള്ള ഹൈപ്പോവോളീമിക് ആവും. നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സ് എല്ലാം ഇല്ലാതാവും. ബ്ലഡ് ലോസ് വരും. ഹെമറേജ് കാരണം ഇങ്ങനെ വരാം, ഒലിഗൂറിയ വരാം. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാണെങ്കിൽ അന്യൂറിയ വരാം, അബ്സെൻസ് ഓഫ് യൂറിനേഷൻ വരാം. എന്തെങ്കിലും കിഡ്നി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വരാം. അപ്പൊ സാധാരണ രീതിയിലുള്ള സിവിയർ ഹെമറേജ്, പേഷ്യന്റ് ഹെമറേജ് വന്നു, ഹൈപ്പോവോളീമിക് ആയിട്ട് ബ്ലഡ് ലോസ് വന്നു, അങ്ങനെ സാധാരണ ഒലിഗൂറിയ വരാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ വരുമ്പോൾ, ഹെമറേജ് ഒക്കെ ഉള്ളപ്പം ഡോക്ടർ സാധാരണ പറയുന്നത് നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് നോക്കാൻ പറയും. അതുപോലെ തന്നെ പോളിയൂറിയ എന്ന് പറയുമ്പോൾ എക്സസീവ് യൂറിനേഷൻ മോർ ദാൻ 3000 ml in 24 hours. അപ്പൊ മോർ ദാൻ 3 ലിറ്റർ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 3 ലിറ്ററിലുള്ള യൂറിൻ കൂടി കഴിഞ്ഞാൽ 2.5 തൊട്ട് 3 ലിറ്റർ വരെ, അല്ലെങ്കിൽ 3 ലിറ്റർ കൂടി കഴിഞ്ഞാൽ പോളിയൂറിയ എന്ന് പറയും. അപ്പൊ ഇതിൽ സാധാരണ പോളിയൂറിയ വരുന്നത് ഡയബറ്റിക് മെലിറ്റസ് കണ്ടീഷനിലും, അതുപോലെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അതുപോലെ തന്നെ എന്തെങ്കിലും കിഡ്നി ഡിസീസ് ഉള്ളപ്പോഴൊക്കെ പോളിയൂറിയ ഉണ്ടാകാറുണ്ട്. അതിന്റെ കൂടെ തന്നെ 3 P's എന്താണെന്ന് മനസ്സിലാക്കാം. പോളിയൂറിയ, പോളിഫേജിയ ആൻഡ് പോളിഡിപ്സിയ. 3 P's കാണുന്നത് ഡയബറ്റിസ് മെലിറ്റസിലാണ്, ഷുഗർ ഉള്ള പേഷ്യൻസിലാണ് സാധാരണ 3 P കാണുന്നത്. ഏതൊക്കെയാണ് ആ P? പോളിഫേജിയ, പോളിഡിപ്സിയ, പോളിയൂറിയ. പോളിഫേജിയ എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ഹങ്കർ, അല്ലാണ്ട് വിശപ്പ് വരുന്നതാണ് പോളിഫേജിയ. പോളിഡിപ്സിയ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ടേസ്റ്റ് ആണ്. അതുപോലെ പോളിയൂറിയ എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് യൂറിനേഷൻ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. Next question, invasion of microorganism to a susceptible host is known as option inflammation, infection, infiltration, contamination. Correct answer, infection. ഇൻഫെക്ഷൻ ആണ്. ഇൻവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻടു ഹോസ്റ്റ്. അപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വരികയാണ്. അപ്പൊ നമ്മൾ ഹോസ്റ്റ് ആണ്, നമ്മളിലേക്ക് മൈക്രോ ഓർഗാനിസം വരുന്നു. അപ്പൊ നമ്മൾ ഇൻഫെക്റ്റഡ് ആണ്. അതാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റിയാക്ഷൻ ടു ആൻ ഇഞ്ചുറി ഓർ ഇൽനെസ് ഓർ ഇൻഫെക്ഷൻ. ഒരു റിയാക്ഷൻ ആണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. നമ്മുടെ WBC ഒക്കെ ഉണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു അസുഖം വന്നു, ഒരു ഇൻഫെക്ഷൻ, ഒരു ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു. അപ്പൊ നമ്മളിലുള്ള WBC ഈ ഒരു ഓർഗാനിസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമുക്ക് ഇൻഫ്ലമേഷൻ വരും. സാധാരണ രീതിയിൽ റെഡ്നെസ്, ഹോട്ട്, ടെൻഡർനെസ്, ഇതൊക്കെ സാധാരണ കാണുന്നതാണ് ഇൻഫ്ലമേഷനിൽ. ആ ഒരു ഏരിയയില്
എന്തൊക്കെ ഉണ്ടാവും? സ്വെല്ലിംഗ്, ടെൻഡർനെസ്, ഹോട്ട്, ഇതൊക്കെ ഉണ്ടാകുന്നത് ഇൻഫ്ലമേഷൻ ഉള്ളപ്പോഴാണ്. Next question, the most important nurse responsibility in relation to IV drug administration is option controlling the flow rate, checking the prescription chart, checking and maintaining patency of vascular access device, knowing the therapeutic use of drug. The most important nurse responsibility in relation to IV drug administration question വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. The most correct answer, checking and maintaining patency of vascular access device. Even though all the options are very important, but നമ്മൾ മോസ്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചെഴുതണം. അപ്പൊ നമ്മൾ ആ ഒരു IV പാറ്റൻസി ഉണ്ടോ, ആ ഒരു ഫ്ലോ നന്നായിട്ട് പോകുന്നുണ്ടോ, ഒബ്സ്ട്രക്റ്റഡ് ആണോ എന്ന് നോക്കണം. അൺഒബ്സ്ട്രക്റ്റഡ് ആണോ ഒബ്സ്ട്രക്റ്റഡ് ആണോ എന്ന് നോക്കണം. ആ ഒരു ഫ്ലോ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, IV ക്യാനൽ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പൊ അത് ഒരു പാറ്റന്റ് അല്ലെങ്കിൽ അവിടെ ഒബ്സ്ട്രക്ഷൻ വരികയും ഇൻഫിൽട്രേഷൻ ഉണ്ടാവുകയും അത് ഇൻഫെക്ഷനായി മാറുകയും ചെയ്യുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കണം. ദ മോസ്റ്റ് നേഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ചെക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പാറ്റൻസി ഓഫ് വാസ്കുലർ ആക്സസ് ഡിവൈസ്. അതിന് മുന്നേ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ നോക്കി കറക്റ്റ് ഡോസ് ആണ്, കറക്റ്റ് മെഡിസിൻ, റൈറ്റ് റൂട്ട്, റൈറ്റ് ഡ്രഗ്, ആ 5 റൈറ്റ്സ് എല്ലാം നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ അതും എല്ലാം കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഡ്രഗ് കൊടുക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫെയിലർ ഓഫ് പ്രൊഫഷണൽ ടു പ്രൊവൈഡ് proper care and competent care to patient. Options: negligence, dissemination, parole, malpractice. The failure of professional എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? മാൽപ്രാക്ടീസ്. മാൽപ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡൂയിങ് നെഗ്ലിജൻസ്. പ്രൊഫഷണൽ നെഗ്ലിജൻസ് ആണ് മാൽപ്രാക്ടീസ്. വാട്ട് ഈസ് നെഗ്ലിജൻസ് ആൻഡ് മാൽപ്രാക്ടീസ് എന്നത് നമുക്ക് നോക്കാം. Nursing negligence usually means a failure by the nurse to take the appropriate action to protect the patient from harm. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാം ഉണ്ടാകും, പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേൺസ് റിസൾട്ടിങ് ഫ്രം ഹോട്ട് വാട്ടർ ബോട്ടിൽസ്, ഹീറ്റിംഗ് പാർട്സ്, ഹോട്ട് സോക്ക്, ഇൻഹേലേഴ്സ്, സിറ്റ്സ് ബാത്ത്, ഫാൾസ്, ഫെയിലർ ടു പ്രിവെന്റ് ഫാൾസ് ബൈ നോട്ട് യൂസിംഗ് ബെഡ് റെയിൽസ് ഫോർ ദ എൽഡർലി, medication errors, administration of wrong medication, wrong dosage, wrong patients, failure to observe, incompetence in assessing symptoms, chest pain, use of defective equipment, loss of patient's property. ഇതെല്ലാം വരുന്നത് നെഗ്ലിജൻസിലാണ്. പ്രൊഫഷണൽ നെഗ്ലിജൻസ് ആണ് മാൽപ്രാക്ടീസ് ആയിട്ട് വരുന്നത്. മാൽപ്രാക്ടീസ് എന്താണ്? മാൽപ്രാക്ടീസ് ഈസ് പ്രൊഫഷണൽ നെഗ്ലിജൻസ് ബൈ എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ that causes an injury, that is malpractice. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. Malpractice is more serious than negligence because it indicates professional misconduct. Leaving foreign objects like sponge or forceps inside a patient during surgery, failing to assess and observe patient as directed, failing to report a change in patient's condition such as vital signs, circulatory status and level of consciousness, failure to select appropriate site by the nurse to administer intramuscular injection, failing to obtain a proper informed consent. ഇപ്പോൾ സാധാരണയുള്ള രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ചെയ്യുന്ന നെഗ്ലിജൻസ് മാൽപ്രാക്ടീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർജറി ചെയ്യുമ്പോൾ ഒരു ഫോർസെപ്സ് അല്ലെങ്കിൽ കോട്ടൺ സ്വാബ് ആ ഒരു സർജറിക്കൽ ഏരിയയിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി, ഫെയിലർ ടു ടേക്ക് ഇൻഫോംഡ് കൺസെന്റ്, അതും ഒരു എക്സാമ്പിളാണ്. ഇൻഫോംഡ് കൺസെന്റ് കറക്റ്റായിട്ട് എടുത്തില്ല. ഇതൊക്കെ ഒരു മാൽപ്രാക്ടീസിനും ഉദാഹരണമാണ്. അപ്പം കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം മാൽപ്രാക്ടീസ് തന്നെയാണ്. കാരണം അതൊരു പ്രൊഫഷണൽ പേഴ്സൺ ചെയ്യുന്നതാണ്. നെഗ്ലിജൻസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ സാധാരണ ഒരു ഹെൽപ്പിന് വരുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ANM ഇവരൊന്നും പ്രൊഫഷണൽസ് അല്ല, അവരൊന്നും പഠിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ നെഗ്ലിജൻസ് ആണ്. പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സും ഒക്കെ തെറ്റ് വരുത്തുമ്പോൾ അത് മാൽപ്രാക്ടീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. Next question, the most important nursing management of children with rheumatic fever is options: bed rest, nutrition, antibiotic therapy, steroid therapy. Correct answer, bed rest ആണ്. The most important nursing management of children with rheumatic fever, bed rest.
അപ്പൊ ന്യൂട്രീഷനും ആന്റിബയോട്ടിക് തെറാപ്പിയും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു റുമാറ്റിക് ഫീവർ ഉണ്ടാകുന്ന ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ള ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ മൂലമാണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ്. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷനെതിരെ നമ്മൾ ആന്റിബയോട്ടിക് ആണ് 3 വീക്സ് 21 ഡേയ്സ് കൂടുമ്പോൾ ബെൻസാത്തിൻ പെൻസിലിൻ എന്നുള്ള DPIM ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് 3 ആഴ്ച കൂടുമ്പോൾ 21 ഡേയ്സ് കൂടുമ്പോൾ. അപ്പം അതിന് പുറമെ തന്നെ ഈ ഒരു കുട്ടികൾക്ക് ഫീവറും ജോയിന്റ് പെയിൻ, സിവിയർ പെയിൻഫുൾ ജോയിന്റ്സ് ആയിരിക്കും. കൈമുട്ട്, കാൽമുട്ട് ഇവിടെയൊക്കെ വല്ലാണ്ട് വേദന വരും. അതുപോലെ തന്നെ ചിലപ്പോൾ റാഷ്, ചില കേസുകളിൽ റാഷ് കണ്ടിട്ടുണ്ട്, ഫീവർ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു അസുഖം വരികയാണെങ്കിൽ ബെഡ് റെസ്റ്റ്, മെയിനായിട്ട് ബെഡ് റെസ്റ്റ് വേണം. ന്യൂട്രീഷനും അതുപോലെ IV ആന്റിബയോട്ടിക്കും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ബെഡ് റെസ്റ്റ് തന്നെയാണ്. ഇത് നമ്മളൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ഡിസ്കസ് ചെയ്തു 5 ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് പോയിന്റ്സ്. സോ നമുക്കൊരു അടുത്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ.